എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാവുമോ എന്ന് തന്നെ ഡൗട്ടാട്ടോ. അത്ര എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് അരക്കപ്പ് പരിപ്പ് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി, ഒരു തക്കാളി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 2.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, ബാക്കി 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ എടുക്കുന്നത് അതൊക്കെ എടുക്കാം. 2 പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങാക്കായ, വഴുതനങ്ങ, പച്ചക്കായ, മത്തൻ, അതുപോലെ ചേന, ക്യാരറ്റ്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഈ ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എല്ലാം ഓരോന്ന് വീതം എടുത്തിട്ടുള്ളൂ, എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കണം. ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏത് സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് അതൊരു 2.5 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കായപ്പൊടി ഇനി വേറെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ കായപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാർ പൊടിയിലൊക്കെ കായപ്പൊടി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷം ഉടനെ തന്നെ ഓപ്പൺ ചെയ്യാം. 2 വിസിലിൽ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകുന്നൊക്കെ പേടിയുള്ളവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒട്ടും പച്ചക്കറികളൊന്നും ഉടയാതെ തന്നെ നമുക്കിത് ഈ രീതിയിൽ ചെയ്തെടുത്താൽ കിട്ടും. പ്രഷർ കംപ്ലീറ്റ് പോയ ഉടനെ തന്നെ ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇങ്ങനെ ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ സാമ്പാറിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടും ഈ ഒരു ചൂടിൽ കിടന്നിട്ട്. ചെറിയ പീസ് മതിയിട്ട് ശർക്കര. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചെറിയൊരു പിടി മല്ലിയില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതിന് കേട്ടോ. അപ്പോൾ അത് സാമ്പാറിന് പ്രത്യേക ഒരു കളർ കിട്ടും ലാസ്റ്റ് കാശ്മീരി മുളക് കൂടെ ചേർത്താൽ. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു സാമ്പാർ നമുക്ക് കിട്ടും കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക്